ടൂൾ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ, അതേപോലെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, പിന്നെ കർവ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടിയാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ളത് ജാക്കോബീസ് മെത്തേഡാണ്. ഇപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നോക്കിയേ, എന്താ 20x + y - 2z = 17, 3x + 20y - z = -18, 2x - 3y + 20z = 25. അങ്ങനെയുള്ള ഒരു 3 സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. സാധാരണ നിങ്ങൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ എന്താ ചെയ്യുക? ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്തിട്ടല്ലേ കണ്ടുപിടിക്കുക. ഇതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂസ്, അതായത് ഈ 3 ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് കണ്ടുപിടിക്കണം, വൈ കണ്ടുപിടിക്കണം, സെഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ജാക്കോബീസ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നാണ് ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇക്വേഷൻ എന്താ? 20x + y - 2z = 17. അതിൽ നിന്ന് എക്സ് എന്താ വരിക? എക്സിനെ മാത്രം ലെഫ്റ്റ് സൈഡ് നിർത്തി എക്സ് എന്ത് വരും? 17 - y + 2z / 20. അതല്ല എക്സ് വരിക. അതേപോലെ y എന്താ വരിക? -18 - 3x + z / 20 വരും. അതേപോലെ സെഡ് എന്ന് പറയുന്നത് 1/20 × 25 - 2x + 3y വരും. ഫസ്റ്റ് ഓരോ ഇക്വേഷനിൽ നിന്നും എക്സ് എഴുതുക, വൈ എഴുതുക, സെഡ് എഴുതുക. ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് എഴുതുക, സെക്കൻഡ് ഇക്വേഷനിൽ വൈ എഴുതുക, തേർഡ് ഇക്വേഷനിൽ സെഡ് എഴുതുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഇത് കണ്ടോ, x⁻0, y⁻0, z⁻0. അത് അങ്ങനെയാണ് നമ്മളിവിടെ വാല്യൂസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഇപ്പം കിട്ടിയ ഇക്വേഷൻ, ഈ 3 ഇക്വേഷൻ, അതായത് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇവിടെയുള്ള ഫസ്റ്റ് ഇക്വേഷൻ എന്താ? x = 1/20 × 17 - y + 2z അല്ലേ. അതിൽ y എന്ന് പറയുന്നതിന് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. സെഡിനും എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ എക്സ് എന്താ വരിക നോക്കുക. അതാണ് x⁻1 എന്ന് പറയുന്നത്. അതായത് ഈ ഇക്വേഷൻ നമ്പർ 1ൽ ഫസ്റ്റ് x = 1/20 × 17 - y + 2z ആണ്. അപ്പോൾ അടുത്ത ഐട്രേഷൻ എന്ന് പറയുന്നത് x⁻1. ഇവിടെ ഫസ്റ്റ് ഐട്രേഷൻ x⁻1 = 1/20 അങ്ങനെ എഴുതി 17 - ഇവിടെ തന്നിരിക്കുന്ന വൈക്കും സെഡിനും എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് 0.85 ആണ്. അതേപോലെ y⁻1 എന്താ വരിക? 1/20 × -18 - 3 × 0 + 0 = എന്ത് വരും? -0.90. അതായത് എക്സിനും സെഡിനും 0 കൊടുക്കുക. അപ്പം പിന്നെ സെഡ് ഈക്വൽ പറയുന്നതിൽ ഏതൊക്കെയൊക്കെയാണ് 0 കൊടുക്കേണ്ടത്? എക്സിനും വൈക്കും 0 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് z⁻1 കിട്ടും, x⁻1 കിട്ടും, y⁻1 കിട്ടും. ഇനി അടുത്ത ഐട്രേഷൻ എടുക്കുക. അടുത്ത ഐട്രേഷൻ ഏതായിരിക്കും? ഫസ്റ്റ് ആ ഐട്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 1 തന്നെയാണ്. അപ്പോൾ അടുത്ത ഐട്രേഷൻ എന്താ വരിക? x⁻2, y⁻2, z⁻2. x⁻2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമ്പർ 1ൽ എക്സ് എന്ന് പറയുന്നത് 1/20 × 17 - y + 2z അല്ലേ. അതായത് x⁻2 എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ഇക്വേഷനിൽ വൈയും സെഡും ഇല്ലേ, ആ വൈന് പകരം ഇവിടെ y⁻1 എത്ര കിട്ടിയിരിക്കുന്നത്? -0.90 കൊടുക്കുക. സെഡിന് പകരം മുന്നത്തെ ഐട്രേഷനിൽ കിട്ടിയ സെഡ് 1.25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് x⁻2 കണ്ടുപിടിക്കുക. അപ്പോൾ അത് എത്ര വരുന്നത്? 1.020 ആണ് വരുന്നത്. അതേപോലെ y⁻2 കാണുമ്പോൾ എക്സിന് പകരം, അതായത് ഇക്വേഷൻ നമ്പർ 1ൽ y = എന്ന് പറഞ്ഞാൽ അതിലുള്ള എക്സിന് പകരം 0.85 കൊടുക്കുക, സെഡിന് പകരം 1.25 കൊടുക്കുക. എന്നിട്ട് ആ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ x⁻2 കിട്ടും, y⁻2 കിട്ടും, z⁻2 കിട്ടും. ഇനി അടുത്ത ഐട്രേഷനിൽ അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും? x⁻3, y⁻3, z⁻3. അതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് എക്സിന് പകരം 1.020 ആണ് കൊടുക്കേണ്ടത്, വൈക്ക് -0.965 ആണ് കൊടുക്കേണ്ടത്, സെഡിന് 1.030 ആണ്. ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് വരാം. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ അടുത്ത 3 ഐട്രേഷൻ, അതായത് x⁻4, x⁻5, അതെ x⁻4, y⁻4, z⁻4ൻ്റെ വാല്യൂസ് അവിടെ എഴുതിയിട്ടുണ്ട്. x⁻5, y⁻5, z⁻5ൻ്റെ വാല്യൂസ് അവിടെ എഴുതിയിട്ടുണ്ട്. x⁻6, y⁻6, z⁻, അതായത് എക്സിൻ്റെ വാല്യൂ 1 കിട്ടും, വൈൻ്റെ വാല്യൂ -1 കിട്ടും, സെഡിൻ്റെ വാല്യൂ 1 കിട്ടും. അപ്പോഴല്ലേ നമുക്ക് റിയൽ നമ്പർ, അപ്രോക്സിമേറ്റ് റിയൽ നമ്പർ ഇൻറ്റീജർ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് x എന്ന് പറയുന്നത് 1, y എന്ന് പറയുന്നത് -1, z എന്ന് പറയുന്നത് 1. ആ 3 നമ്പറാണ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ. x1, y-1, z1. അപ്പോൾ അതാണ് ജാക്കോബീസ് മെത്തേഡ്.
ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് ദ ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ. ഓക്കെ, ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ജാക്കോബീസ് മെത്തേഡ്. അപ്പോൾ ജാക്കോബീസ് മെത്തേഡിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനി നെക്സ്റ്റ് ഗോസ്-സീഡൽ മെത്തേഡാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ജാക്കോബീസ് മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ഇവിടെ x1 y-1 z1 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് ഗോസ്-സീഡൽ മെത്തേഡ് ഉപയോഗിച്ചും അതേ സിസ്റ്റം തന്നെ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുകയാണ്. അത് അടുത്ത ക്ലാസ് പറഞ്ഞാൽ കേട്ടോ. ഗോസ്-സീഡൽ മെത്തേഡ്, ജാക്കോബീസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സിനും വൈനും സെറ്റിനും 0 കൊടുക്കുക, എന്നിട്ട് x1 y1 z1 കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ കിട്ടിയ x1ൻ്റെയും y1ൻ്റെയും z1ൻ്റെയും വാല്യൂ ഉപയോഗിച്ച് x2 y2 z3 കണ്ടുപിടിക്കുക. എന്നിട്ട് അങ്ങനെ ഐട്രേഷൻ ഫോളോ ചെയ്തിട്ട് ഏകദേശം ഒരു ഇൻറ്റീജർ കിട്ടുന്നവരെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ എടുത്തെഴുതുക. അതാണ് ജാക്കോബീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ജാക്കോബീസ് മെത്തേഡിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ലാസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ, ചോദിച്ചാൽ മതി. ഓക്കെ.